of this occasion. Let me invite the chief guest, Dr. Jeffrey, to reveal the name. Let me invite our chief guest to hand over the moment, and Yahya would like to receive it. Let me invite Nasir for hand over the moment. Irfan from first BCom won 8th place in 1,500 meter race. I call about Jeffrey sir to provide the moment and congratulations Irfan. Thanks. Our student Wajid, Naseem, Shamil Hasib and Nebhan participated in various management meets at national level. They could reach into the final round and brought our name into the national level. Yes, we are proud of you here. Let me invite our chief guest Jeffrey sir to give away the mementos and our students Wajid, Naseem, Shamil Hasib, Nebhan to receive the memento. Nebhan. Shamil Hasib. Abdul Wajid. Now, it is the time to congratulate and appreciate our toppers who cracked top score in university semester examination. Let me invite the toppers from each semester for receiving the memento. Abdul Wajid from 3rd BCom, Nadia from 8th BCom. Hasna Sharif, 2nd BCom. And Farhan from 2nd BCom. Congratulations, winners. MA of College of Arts and Science conducted chess competition. And the winner is none other than Jessie from 2nd year economics. Guys, put your hands together for Jessie. Let me invite Jessie to receive it. Raise our small token of love to our chief guest. I call up Department of Lecturer Srila sir to hand over it. കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ക്ഷണം സ്വീകരിച്ച് നിങ്ങളുടെ എക്കണോമിക് അസോസിയേഷന്റെ ഉദ്ഘാടനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഗസ്റ്റ് ജാഫറി സാർ, അതുപോലെ തന്നെ നമ്മുടെ പരിപാടിയുടെ അധ്യക്ഷ പ്രസംഗം വഹിച്ച നമ്മുടെ അക്കാദമിക് കോർഡിനേറ്റർ നാസർ സർ, അതുപോലെ തന്നെ നമ്മുടെ മാനേജ്മെന്റ് സെക്രട്ടറി മുഹമ്മദ് മാസ്റ്റർ, കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് HOD ശ്രീരാജ് സാർ, സ്റ്റാഫ് സെക്രട്ടറി അസ്ലം സർ, BCom ഡിപ്പാർട്ട്മെന്റിലെ മറ്റു ടീച്ചേഴ്സ്, എൻ്റെ പ്രിയപ്പെട്ട BComians, നിങ്ങളിവിടെ 2023-24 വർഷത്തെ അസോസിയേഷന്റെ ഉദ്ഘാടന വേദിയിലാണ്.
ഞാൻ എന്നെ അറിയാത്തവരുണ്ടായിരിക്കും നിങ്ങളുടെ കൂട്ടത്തില്. ഞാൻ ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് സജീർ, എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ്. ഞാൻ പരിചയപ്പെടുത്തിയത് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എക്കണോമിക്സും നിങ്ങളുടെ കൊമേഴ്സും തമ്മിൽ കണക്റ്റഡ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്റർ പഠിക്കാനുണ്ട് മാനേജീരിയൽ ഇക്കണോമിക്സ് എന്ന പേപ്പർ അല്ലെ. മാനേജീരിയൽ ഇക്കണോമിക്സ്, ഒരു മാനേജർക്ക് എക്കണോമിക്സിന്റെ കുറെ കോൺസെപ്റ്റുകൾ അറിഞ്ഞിരുന്നാലേ ഒരു ബിസിനസ്സിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അല്ലെ. കലി എന്നുള്ള സിനിമയില് ദുൽഖർ സൽമാന്റെ കലി എന്നുള്ള സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ട് വിനായകന്റെ അല്ലെ. എന്താ ബിസിനസ് എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയുന്നുണ്ട്, മറ്റുള്ളവന്റെ പോക്കറ്റിലുള്ള ഒരു രൂപ എന്റെ പോക്കറ്റിലോട്ട് കൊണ്ടുവരുന്നതിനുള്ള ബിസിനസ് എന്ന് വിളിക്കുന്നത്. കറക്റ്റാണ് അത്. മറ്റുള്ളവരുടെ പോക്കറ്റിലുള്ള പൈസ എങ്ങനെ നമ്മുടെ പോക്കറ്റിലോട്ട് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു ബിസിനസ്സുകാരൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യം. നാളെ നിങ്ങളും ഇതേ ലെവലിലോട്ട് വരേണ്ട ആളുകളാണ്. അപ്പൊ ഒരു കൊമേഴ്സുകാരനാവുമ്പോൾ ഞാൻ എന്റെ കുട്ടികളോട് പറയാറുണ്ട്, നാളെ പഠിച്ച് നിങ്ങൾ MBA ആയി വലിയ കമ്പനിയിലൊക്കെ വലിയ സ്ഥാപനത്തിലൊക്കെ കയറുന്ന സമയത്ത് നിങ്ങളൊരു മാനേജറെ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം നിങ്ങളുടെ മാനേജർ എക്കണോമിക്സ് കൂടി പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. കാരണം ഒരു സാധന മാർക്കറ്റിൽ എപ്പോഴും വിറ്റ് പോകാൻ ഏറ്റവും നല്ല മാർഗം ഏറ്റവും മിനിമം കോസ്റ്റിൽ ആ സാധനം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് വേൾഡ് മാർക്കറ്റിൽ ഇപ്പോഴും ചൈന ഒന്നാമതായിട്ട് നിൽക്കാനുള്ള കാരണം വേറൊന്നും കൊണ്ടല്ല. ഏത് സാധനത്തിന്റെയും ഡ്യൂപ്ലിക്കേറ്റ് ഉത്പാദിപ്പിക്കാനുള്ള തല അവരുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അവരുടെ പ്രൊഡക്റ്റ് ഇത്രയധികം വിറ്റുപോകുന്നത്. അപ്പൊ ഏത് മിനിമം കോസ്റ്റിൽ ഇത് ഉത്പാദിപ്പിക്കാനുള്ള കപ്പാസിറ്റി പഠിപ്പിക്കുന്നത് എക്കണോമിക്സിലാണ്. ഈ വിറ്റ സാധനം എടുത്തിട്ട് അല്ലെങ്കിൽ ഉണ്ടാക്കിയ സാധനം എടുത്തിട്ട് വെക്കുന്ന പരിപാടിയാണ് കൊമേഴ്സുകാരുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കുന്ന ഒരു പണിയാണ്. വെള്ളവന്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ഇല്ലാത്തവന് കൊടുക്കുക. ഒരു ഇന്റർമീഡിയറ്റ് കൊമേഴ്സുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നാളെ നിങ്ങളുടെ കോഴ്സ് അത്രക്കും റെലവെന്റ് ആണെന്നൂടെ പറഞ്ഞു കഴിഞ്ഞു. അതിനെപ്പറ്റി കൂടുതൽ ക്ലാസ് എടുക്കാൻ ജയപ്രദീൻ സാർ നിങ്ങൾ ക്ഷണിച്ചു ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സ്കോപ്പും നിങ്ങൾക്ക് ഏത് ഏരിയയിലൂടെയാണ് തിരിയാൻ പറ്റുന്നതെന്നും നാളെ എന്തായി മാറാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സാറോട് ചോദിക്കുക. അദ്ദേഹം റിസോഴ്സ് പേഴ്സണെയാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. സാറും ഒരു അധ്യാപകൻ തന്നെയാണ് സാർ മമ്പാട് കോളേജിലെ. അപ്പൊ ഇത് അല്ലെങ്കിൽ നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ എടുത്തിട്ടുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. നിങ്ങളുടെ കോഴ്സ് മറ്റു കോഴ്സിനെ അപേക്ഷിച്ച് ചെറിയൊരു വ്യത്യാസമുണ്ട്. പ്രൊഫഷണൽ കോഴ്സാണ്. നമ്മളത് പഠിപ്പിക്കുന്ന കോഴ്സ് ആർട്സ് കോഴ്സുകളാണ്. നിങ്ങൾക്കറിയാം, ആർട്സ് കോഴ്സുകളാകുമ്പോൾ പഴയ സാധനങ്ങളായിരിക്കും വീണ്ടും നമ്മൾ കുറെ പഠിപ്പിക്കുന്നത്. അപ്ഡേഷൻ വളരെ കുറവായിരിക്കും. ബികോം അങ്ങനെയല്ല. അപ്പൊ നിങ്ങൾക്ക് അറിയാം, പണ്ട് ഏതെങ്കിലും ഒരു അക്കൗണ്ടന്റിന് കിട്ടിയാൽ മതിയായിരുന്നു. ഇപ്പൊ അക്കൗണ്ടന്റ് അല്ല, അക്കൗണ്ടന്റ് വിത്ത് നിങ്ങൾക്ക് GST എന്നാണ് പറയുന്നത്. GST കൂടി പഠിച്ച അക്കൗണ്ടന്റിനെ ഷോപ്പിലോട്ട് ആവശ്യമുള്ളൂ, അല്ലാത്തവര് പുറത്തു പോവാം എന്നുള്ള കണ്ടീഷനാണ്. മത്സരം അത്രക്കും സ്ട്രോങ് ആണ്. എല്ലാ കോളേജിലും ബികോം എന്ന് ഇറങ്ങുന്ന കുട്ടികൾ ഇഷ്ടംപോലെ ഉണ്ട്. അതിന് നിങ്ങൾക്ക് എങ്ങനെ വ്യത്യസ്തമാകാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങളുടെ അസോസിയേഷന്റെ കൊമേഴ്സ് അസോസിയേഷന്റെ പരിപാടിയിൽ നിങ്ങൾ ആലോചിക്കേണ്ടതും. അങ്ങനത്തെ നല്ല ഒരു കൊമേഴ്സുകാരായിട്ട് മാറാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. Thank you, sir. Now I call upon Muhammad Aslam sir, Staff Secretary, for a few words. ഈ പ്രോഗ്രാമിലെ വിശിഷ്ടാതിഥി ജാഫർ സാർ, നിങ്ങളുടെ അതേപോലെ സജീവർ സാർ, മറ്റു അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഒരു അസോസിയേഷൻ ഇനോഗ്രേഷൻ എന്ന രീതിയിൽ ഏറ്റവും മനോഹരവും ഏറ്റവും ഗംഭീരവുമായിട്ടുണ്ട് നിങ്ങളുടെ പ്രോഗ്രാം. ആ ഒരു അർത്ഥത്തിൽ നിങ്ങൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ച നിങ്ങളെല്ലാവരെയും ആദ്യമായിട്ട് അഭിനന്ദിക്കുന്നു. കൂടുതലായി ഒന്നും പറയുന്നില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് സാധ്യതകളുള്ള ഒരു കാലത്താണ്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വലിയ മത്സരങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടവുമാണ്. ആ ഒരു അർത്ഥത്തിൽ നമ്മുടെ കഴിവുകളും നമ്മുടെ സ്കില്ലുകളും മാക്സിമം ഡെവലപ്പ് ചെയ്തിട്ട് മത്സരിക്കാനും മുന്നേറാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Here we have our lovely HOD Srila sir. Let me invite Srila sir for a few minutes. Good afternoon.
സാർ, നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് ആശംസ അറിയിക്കാനെത്തിയ നമ്മുടെ സജീർ സാർ, അതുപോലെ അസ്ലം സാർ, അതുപോലെ തന്നെ നമ്മുടെ അക്കാഡമിക് ഡയറക്ടർ നാസർ സാർ, മറ്റ് അധ്യാപകരെ, യൂണിയൻ ഭാരവാഹികൾ. നമ്മുടെ അസോസിയേഷൻ്റെ പ്രോഗ്രാം വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ നമ്മുടെ അസോസിയേഷൻ്റെ ഇനാഗുറേഷൻ അല്ലെങ്കിൽ നമുക്കൊരു ഗസ്റ്റായിട്ട് ഒരാളെ കിട്ടുക എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയായിരുന്നു നമ്മുടെ മുന്നിൽ. ആ സമയത്ത് എന്തോ ഭാഗ്യം കൊണ്ട് നമ്മുടെ അസ്വറാമിസ് വഴി, നമ്മുടെ അസ്വറാമിസിന് ഓർക്കുന്നില്ലേ, മിസ് വഴിയാണ് നമ്മുടെ ജാഫർ സാർ നമുക്ക് എത്തിയത്, കണക്ട് ചെയ്ത് കിട്ടിയത്. നമ്മളത് വിളിച്ച് ചോദിക്കേണ്ട താമസം സാർ വളരെ എന്താ പറയുക, പ്രത്യേകിച്ച് ഒന്നും തന്നെ നമ്മളോട് ഒരു ഡിമാൻഡോ കാര്യങ്ങളോ ഒന്നും വയ്ക്കാതെ തന്നെ സാറ് ആയിക്കോട്ടെ ഞാൻ വരാമെന്ന് പറഞ്ഞു. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാനും അവിടുത്തെ പഴയൊരു സ്റ്റുഡൻ്റ് ആണ് MBSലെ, അതുപോലെ തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫും പഴയ സ്റ്റുഡൻസ് തന്നെയാണ്. അസ്വറാമിസിന്റെ ഒരു കെയർ ഓഫ് ഉണ്ട്, പിന്നെ നമ്മുടെ നാസർ സാറൊക്കെ MBSന്റെ ഭാഗങ്ങൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സാർ ഒരു വഴിയും കാണിച്ചിട്ടില്ല, സാർ ഒറ്റയടിക്ക് തന്നെ എന്ത് നമ്മളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ സാർ എന്താണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ MBS കോളേജിൽ ഞങ്ങളുടെ അതേ പൊസിഷൻ കൈകാര്യം ചെയ്യുന്ന ഒരു സാറാണ്. അതിന്റെ പുറമെ സിജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങൾക്ക് അറിയോ? സിജി കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ ഡിഗ്രി കഴിയുന്നതോട് കൂടിയിട്ട് സിജിനെ കുറിച്ചൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് സിജിക്കൊക്കെ വലിയൊരു മാർക്കറ്റുള്ള സമയമാണ്. അന്ന് എനിക്ക് തോന്നുന്നു അന്ന് ജലീൽ സാറാണ് കൈകാര്യം ചെയ്തിരുന്നത്. ഇന്ന് ജലീൽ സാർ കൈകാര്യം ചെയ്ത ഡയറക്ടർ പോസ്റ്റാണ് നമ്മുടെ ജയഫർ അലി സാറ് ഇന്ന് കൈകാര്യം ചെയ്യുന്നത്. ഞാൻ സാറെ വിളിച്ച സമയത്ത് തന്നെ ജലീൽ സാറെ ചോദിച്ചു, കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ അവരവരുടെ കരിയർ ഡെവലപ്പ് ചെയ്തതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു ടീം തന്നെയാണ് സിജി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ഫാക്കൽറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു ഡയറക്ടർ തന്നെ നമ്മുടെ ഒരു അസോസിയേഷന്റെ ഭാഗമായതിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു അസോസിയേഷൻ 2023-24 ഈ ഒരു അസോസിയേഷന് ഒരുപാട് പ്രോഗ്രാമുകൾ നിലവിൽ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നതും ഇനി ചെയ്യാനിരിക്കുന്ന ഒരുപാട് പ്രോഗ്രാമുകൾ വളരെ മനോഹരമാകട്ടെ, നല്ല പ്രോഗ്രാമുകളാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. Thank you, sir. വേദിയിൽ ഉപേക്ഷിച്ചിരിക്കുന്ന നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഇനാഗ്രേഷൻ വന്ന ജാഫർ അലി സാർ, അതുപോലെ തന്നെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് അധ്യാപകര്, ആശംസകൾ അറിയിക്കണം അധ്യാപകര്, യൂണിയന്മാരകൾ എല്ലാവരെയും. ഇനി അധിക നേരം നീട്ടി പറയാൻ സമയമില്ലാന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ രണ്ടു വാക്ക് പറഞ്ഞ് ഞാൻ ശ്രമിക്കാം. നമുക്കറിയാം, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം അതുപോലെ തന്നെ ഈ കൊല്ലം ധാരാളം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ട് ബാക്കി ഡിപ്പാർട്ട്മെന്റുകൾക്ക് മാതൃകയായാണ്. 2 മാസം മുമ്പാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ തന്നെ തേർഡ് ഇയേഴ്സ്, സെക്കൻഡ് ഇയേഴ്സ്, ഫസ്റ്റ് ഇയേഴ്സ് 3 ഇയർ ബേസിലും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ നിലമ്പൂര് 2 കോളനികൾ സന്ദർശിക്കുകയും അവിടുത്തെ നിവാസികൾക്ക് അവർക്ക് ആവശ്യമായ ഭക്ഷ്യാഹാര സാധനങ്ങൾ വിതരണം ചെയ്യുകയൊക്കെ ഉണ്ടായി. അങ്ങനെ എടുത്തു നോക്കിയാൽ മറ്റു ഡിപ്പാർട്ട്മെന്റുകൾക്കുപരി നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് പല നേട്ടങ്ങളും ഉണ്ട്. അപ്പം ഇനിയും ഇത് തുടരട്ടെ എന്ന് ആശംസിച്ച് ഞാൻ വാക്കുകൾ വിരാമം കൊടുക്കുന്നു. Thank you, Asha.